ഐതിഹ്യമാലയിലെ അടുത്ത കഥ ഭർതൃഹരിയുടെ കഥയാണ്. ഭർതൃഹരി ആദ്യമേ ബ്രഹ്മചാരിയായിരുന്നെന്നും വിവാഹം കഴിച്ച് ആ ജീവിതം മടുത്തപ്പോൾ ബ്രഹ്മചാരിയായതാണെന്നും കഥകളുണ്ട്. ഒരിക്കൽ ഒരു യോഗീശ്വരൻ ഭർതൃഹരിയുടെ വീട്ടിൽ വന്നിട്ട് ഭർതൃഹരിക്ക് ഒരു മാമ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചാൽ വയസ്സാവില്ല എന്നും ജീവിച്ചിരിക്കുമെന്ന്. ഭർതൃഹരിക്ക് തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ഭർതൃഹരി അത് ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ എന്താ ചെയ്തേ? ഭർതൃഹരിയുടെ കുതിരക്കാരനായ അവളുടെ ജാരന് കൊടുത്തു. ജാരൻ അത് ഭർതൃഹരിയുടെ വീട്ടിൽ തന്നെ വേലയ്ക്ക് വരുന്ന ജാരൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. മാമ്പഴമായിട്ട് വേലക്കാരി പോകുന്ന കണ്ടപ്പോൾ ഭർതൃഹരിക്ക് സംശയം തോന്നിയിട്ട് ചോദിച്ചപ്പോൾ അത് തൻ്റെ ഭർത്താവ് തന്നതാണെന്ന് പറഞ്ഞ് അവൾ പോയി. അങ്ങനെ ഭർതൃഹരി കുതിരക്കാരനെ വിളിച്ചു ചോദിച്ചു. ആദ്യം ചോദിച്ചപ്പോഴൊന്നും പറഞ്ഞില്ല. കുറേ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവനുള്ള സത്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഭർതൃഹരി ഓടിപ്പോയി ഭാര്യനോട് ഇതൊന്നും ചോദിക്കാണ്ട് ഭാര്യനെ എന്താ ചെയ്യാൻ പോണേന്ന് നോക്കട്ടെ എന്ന് കരുതി നിന്നു. കുതിരക്കാരൻ വഴി തന്നെ ഭർതൃഹരിയുടെ ഭാര്യയും വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭർത്താവ് തന്നോടൊന്നും ചോദിക്കാണ്ടായപ്പോൾ അവൾക്ക് വീണ്ടും സംശയമായി. അവൾ ഭർതൃഹരിക്ക് അപ്പത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. സംശയം തോന്നിയ ഭർതൃഹരി അപ്പം കഴിക്കാണ്ട് ഓട്ടയപ്പം വീടേ ചുടും എന്ന് പറഞ്ഞിട്ട് അത് വീടിൻ്റെ ഉത്തരത്തിൽ തിരികെ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട് കത്തി നശിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കുറേ നാളുകൾ ഭിക്ഷയയച്ച് നടന്നു. ഇങ്ങനെ ഭിക്ഷയയച്ച് നടക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പിന്നീടുള്ള നാളുകൾ ചിദംബര ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടി. അവിടെ വെച്ച് ഒത്തിരി വിശിഷ്ട കൃതികൾ ഉണ്ടാക്കി എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ.